ഈ പൂളിന്റെ സൈഡിലെ നടക്കാൻ എന്ത് രസാറിയോ. ലെഫ്റ്റിലോട്ട് പോയാലും ഞാൻ താഴെ, റൈറ്റിലോട്ട് പോയാലും ഞാൻ താഴെ. അത് സൗണ്ട് കേട്ട് പാട്ട് വെള്ളത്തിൽ വീണ്. എടാ ഷിൻചാൻ ഇപ്പൊ പാട്ട് വെക്കുന്ന എടി ഇവൻ ആ സ്പീക്കർ കിട്ടിയതിന് ശേഷം ഫുൾ ടൈം പാട്ടൊക്കെ ഷിൻചാൻ. എടി ഇവൻ അവിടെ പാട്ടിട്ട് മൊത്തം സൗണ്ട് ആക്കുക. ആ സ്പീക്കർ ഞാൻ ഇന്ന് പൊട്ടിക്കാൻ പോവാ. ആ സ്പീക്കർ ഞാൻ പൊട്ടിക്കാൻ പോവാ. അവൻ പറഞ്ഞ കേൾക്കൂല, അതുകൊണ്ട് നേരെ ആ സ്പീക്കർ പൊട്ടിക്ക. ഇവൻ മേളിലിരുന്ന് ഈ സൗണ്ട് ഉണ്ടാക്കുന്നത് വെയിറ്റ് അവിടെ അവിടെ ഷിൻചാനെ എന്താ ഫ്രാങ്ക്ലിനെ നിന്റെ സ്പീക്കർ ഞാൻ ഇന്ന് പൊട്ടിക്കുക. ചവിട്ട് ചവിട്ട് എടി എന്താ പൊട്ടിക്കാറ്റാത്ത അടിച്ച് പൊട്ടിക്ക്. ഫ്രാങ്ക്ലിനെ നിർത്ത്, നീ എന്തിനാ ഞാൻ ഇത് ഓഫാക്കാം. ഓഫാക്ക്. നിനക്കെന്താ ഫ്രാങ്ക്ലിനെ പ്രശ്നം? നീ ഈ സ്പീക്കർ കിട്ടിയതിന് ശേഷം ഇതുവരെ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ആ ഫ്രാങ്ക്ലിൻ ഞാൻ ഇതിലിപ്പോ പുറത്തിറങ്ങുന്നേ. എടാ നീ ഇനി ഇതിൽ നിൽക്കടാ, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. എന്ത് ചെയ്യാൻ? ഞാൻ എന്തിനും ഇല്ല. നിന്റെ സ്പീക്കർ ഞാൻ ഇപ്പൊ പൊട്ടിച്ചു. ഇനിയിപ്പോ നീ എന്ത് ചെയ്യാനാ? ഇത് ഞാൻ പൊട്ടിക്കാൻ പോവാ. ഇത് ഊരിക്കളട്ടെ ഇവിടുന്ന്. ഫ്രാങ്ക്ലിൻ നിക്ക്, ഞങ്ങൾക്ക് പോവാ. എന്താ ചെയ്യണ്ടേ? എടാ ഇന്ന് നമ്മള് അഡ്വഞ്ചർ ആയിട്ട് എന്തെങ്കിലും ചെയ്യാവാ. എന്ത് അഡ്വഞ്ചർ ആയിട്ട്? എന്ത്? ഫിഷിങ്ങിന് പോവാ. ഫിഷിങ്ങാ? കടലിലാ? ആടാ കടലില്. പോവാ ഷിൻചാനെ വാ. ആ ഫ്രാങ്ക്ലിനെ ഓക്കെ, സെറ്റ്. നീ ഇത് സ്പീക്കർ പൊട്ടിക്കുന്നു പറഞ്ഞോണ്ടാ. എന്തായാലും ഫിഷിങ് അടിപൊളിയായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ വരുന്നത്. നീ വാ. എടി ഇതിപ്പോ ഈ കാർ എടുത്തിട്ട് വാ. ഈ കാർ എടുത്തിട്ട് വാ ഫ്രാങ്ക്ലിനെ. ഇപ്പൊ നിനക്ക് ഫിഷിങ്ങിന് വേണ്ട സാധനങ്ങൾ ഉണ്ടാ? എന്ത് സാധനം വേണ്ടേ? എടാ ഫിഷിംഗ് റോഡ് വേണ്ടേ മണ്ട? ഫിഷിംഗ് റോഡ് ശരിയാണല്ലോ. എടാ ഷിൻചാനെ ഫിഷിംഗ് റോഡ് നമുക്ക് കടയിൽ പോയിട്ട് വാങ്ങാം. നീ എന്തായാലും വണ്ടി കയറ്. ഫിഷിംഗ് റോഡ് വാങ്ങാൻ പോവാ. എടാ ഷിൻചാനെ വേഗം കേറ്. ഫ്രാങ്ക്ലിൻ ഞാൻ കേറാം. ഫിഷിങ്ങിന് പോവല്ലേ? ആടാ ഫിഷിങ്ങിന് ഇത് വിഷയായിരിക്കും ഷിൻചാനെ. റീസൺ? എടാ ഇത് ഫിഷിംഗ് ആണ്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ കടലിലും ഭയങ്കര രസമായിരിക്കും. നമ്മള് കൊറേ വലിയ ഫിഷിനെ വാങ്ങുന്ന കൊറേ പൈസ ഉണ്ടാക്കും. ഫ്രാങ്ക്ലിന് കൊറേ പൈസ ഉണ്ടാക്കുമല്ലേ? ആടാ കൊറേ പൈസ ഉണ്ടാക്കും. ആൻഡ് നീ കൊറേ ഫിഷിങ് ചെയ്യേണ്ടി വരും. നിനക്ക് ഞാൻ ഫിഷിംഗ് റോഡ് തരും. ഞാനില്ല, ഞാൻ കണ്ടിരുന്നോളാം. ഇല്ല നീ ചെയ്യും. നിനക്ക് ഞാൻ ഫിഷിംഗ് റോഡ് വാങ്ങിത്തരും. ഓക്കെ, സോ നമ്മളിപ്പോ നേരെ ഫിഷിംഗ് റോഡ് വാങ്ങാൻ വേണ്ടിട്ട് ഷോപ്പിലേക്ക് വന്നത്. A few moments later. ഇത് മറ്റേ സ്റ്റോറിലെ ഡ്രസ്സിന്റെത് അല്ലടാ, ഇത് ഇവിടെ കിട്ടും ഫിഷിംഗ് റോഡ്. നീ ഇറങ്ങ്. ഫ്രാങ്ക്ലിൻ നീ പോയിട്ട് വാങ്ങിട്ടാ. എടാ നീ ഇറങ്ങ്. നിനക്ക് വേണ്ട ഇത് റോഡ് നോക്കിട്ട് നിനക്ക് വാങ്ങാലോ. എന്നാ ഞാനും ഇറങ്ങാം. ഒരു മിനിറ്റ്. ഫ്രാങ്ക്ലിൻ എപ്പോ വന്നാ കടയിൽ നിന്ന് വാങ്ങാൻ ആ സ്റ്റോറ് റോഡ്? വാങ്ങാടാ ഷിൻചാനെ, വാങ്ങാ. ബിഗ് സെയിൽ. എടാ എന്തോ വലിയ സെയിൽ ഉണ്ടാവേണ്ടി ഇവരെന്തായാലും കിട്ടും. ഫ്രാങ്ക്ലിൻ ഇവിടെ മൊത്തം ഡ്രസ്സ് മാത്രമേ കാണുന്നുള്ളൂ. എടാ ഇത് സ്റ്റോറും ഉണ്ട്. ഇത് ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുത്തരും. ഹേയ് മാം, എനിക്ക് ഒരു ഫിഷിങ്ങിന് പോകാൻ വേണ്ടിട്ട് റോഡ് വേണമായിരുന്നു. മറ്റേ ഫിഷിംഗ് റോഡില്ലേ? എനിക്ക് 2 പീസ് മതി. 2 പീസ് എനിക്ക് തന്നെതാ. $100? വാട്ട്? ഓക്കെ $100 അത് താ. ഓക്കെ നമുക്ക് ഷിൻചാൻ ഞാൻ ഈ പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഇതെടുക്കട്ടെ. A few moments later. വാടാ പേയ്മെന്റ് ഒക്കെ ചെയ്ത് സാധനം കിട്ടി. സാധനം എന്റെ കയ്യിലുണ്ട്. വാ ഇതെടുത്തിട്ട് നമുക്ക് കടലിൽ നിന്ന് എടുക്കാം. എടാ നീ ഇറങ്ങിയാലും നിനക്ക് ഇത് കാണാൻ പറ്റിയില്ല എന്താ സാധനം. A few moments later. ആടാ ബീച്ചിന്റെ ഇവിടെ എത്തി. നോക്കിക്കോ, ഇവിടെ ഇന്ന് കൊറേ ഫിഷിനെ നമ്മൾ പിടിക്കും. കൊറേ എണ്ണത്തെ. ഇതെന്തായാലും ഇവിടെ കൊറേ ആൾക്കാര്. എടി ഇവിടെ നീ ഇറങ്ങി ഇതൊന്നും ഇറങ്ങ്. വണ്ടിന്ന് ഇറങ്ങിയേ. എന്താ ഫ്രാങ്ക്ലിനെ? എടാ ചിന്തിച്ചാണ് നീ ഇത് നോക്ക്. ഇവിടെ ഫുൾ ഓഫീസേഴ്സ് ഒക്കെ നിക്കുന്നത്. എടാ എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് അവരുടെ ബാക്കിലേ പോവാ. കാരണം അവിടെ നിന്ന് ബോട്ട് എടുക്കണം. ആ ബോട്ട് ആടാ അത് അടിച്ചാറ്റണം. വേറെ വഴിയില്ല. എന്റെ ഒരു ബോട്ടില്ല ഫിഷിങ്ങിന് പോവാൻ. വേറെ ബോട്ട് നിന്റെ ഉണ്ടോ? അതുകൊണ്ട് നമുക്ക് അടിച്ചാറ്റാ. അതന്നെ ഞാനും പറഞ്ഞേ. എടി ഇതിന്റെ മേളിലല്ലോ നോക്ക ആൾക്കാരെ. എനിക്കറിയില്ല. കടലിൽ ഇനി എന്തെങ്കിലും വരാൻ പോകുന്നുണ്ടാ അറിയില്ല. എന്തേലും ആരെങ്കിലും വരുന്നുണ്ടാ? പ്രസിഡന്റ് വല്ലതും വരുന്നുണ്ടാ? കടലിലോട്ട് വരുന്നേ ആർക്കറിയാ. നമുക്ക് എന്തായാലും ഇതെടുക്കാം. ഈ ബോട്ട് എടുക്കാം. ഈ ബോട്ട് അടിച്ചാറ്റാ. ബോട്ട് ഏതെടുക്കുക? ഇവിടെ ഈ ബോട്ടിൽ 2 പേർക്ക് ഇരിക്കാം. ആൻഡ് അയാളെന്താ അങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെന്തോ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ കടലിൽ എന്തോ വരാൻ പോകുന്നുണ്ട് ആരോ. എന്താ എനിക്ക് നമുക്ക് എന്തായാലും പോവാം. നമുക്ക് ഫിഷിങ് ചെയ്യാൻ പോവാം. ഷിൻചാൻ നീ കേറ്. ഞാൻ കേറി. ഇപ്പൊ പോലീസ് ഓഫീസേഴ്സ് ആരും നമ്മളെ കണ്ടിട്ടില്ല, അതുകൊണ്ട് സേഫ് ആണ്. നീ വേഗം കേറിയേ. കേറിയില്ലേ നീ? ഓക്കെ വാ നമുക്ക് പോവാ. പോലീസ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് നേരെ ഫ്രണ്ടോട്ട് പോവാ. കടലിന്റെ ഉള്ളിലോട്ട് പോവാ. കാരണം അവിടെ നിന്നാണ്. ഇതൊരു ഇടിക്കല്ലേ. ഇടിച്ചില്ല. ഷിൻചാനെ നീ കൊല്ലുവോ?
ഫ്രാങ്ക്ലിൻ നീയല്ല എന്നെ കൊല്ലുന്നത്, ഞാൻ ഇവിടെ മര്യാദക്ക് ഇരിക്കല്ലേ. ആ ഓക്കെ ഞാൻ ഇത് പൊടിച്ച് കൊണ്ടുപോയ എൻഡിലേക്ക് നമുക്ക് കുറച്ച് അങ്ങ് ഉള്ളിലോട്ട് കയറിയിട്ട് ഫിഷിങ് ചെയ്യാം. ഓക്കെ ആടാടാ അങ്ങോട്ട് ഉള്ളിലോട്ട് കയറിയിട്ട് ഫിഷിങ് ചെയ്യാം. ഇതിപ്പോൾ എത്ര ദൂരമായി? ഓക്കെ ഇപ്പം അത്യാവശ്യം ദൂരം. എന്തായാലും ഇഞ്ഞാ പോലീസൊന്നും പിടിക്കാൻ വരില്ല. ആടെ ഇനി നമ്മളെ പിടിക്കാൻ വരാനൊന്നും ചാൻസ് ഇല്ല. എന്തായാലും ഞാൻ കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയിട്ട് നമുക്ക് അവിടുന്ന് ഫിഷിങ് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. ഷിൻചാൻ ഒരു ചെറിയ പ്രശ്നടാ. എന്താടാ കടലിന്റെ നടുവിലല്ലേ നീ ഫിഷിങ് ചെയ്തോ? എടാ അതല്ലടാ, ഈ ഫിഷിംഗ് റോഡ് പൊട്ടിയതാടാ. വാട്ട് ഫ്രാങ്ക്ലിനെ ഫിഷിംഗ് റോഡ് പൊട്ടിട്ട് അപ്പൊ നീ അങ്ങനെ ഫിഷിംഗ് ചെയ്യും? എടാ എനിക്കറിയില്ല, പണി കിട്ടി. ആ കടയത്തെ ആള് നമ്മളെ പറ്റിച്ചു. ഇന്ന് ഫുൾ ഡേ പോയല്ലോ. ഇവിടെ വന്ന് നമ്മൾ ഫിഷിങ് ചെയ്യാൻ നോക്കിയിട്ട് അതും പോയി. ആ ഫ്രാങ്ക്ലിൻ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവത്തിന് വന്നു, അതും പോയി. ഫിഷിംഗ് എടാ അതെന്താ ഒരു സൗണ്ട് കേട്ടെ? എടാ എന്താ കടലിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടെ? എടീ ഫ്രണ്ട് എന്നാണല്ലോ കേട്ടെ. ആ ഫ്രാങ്ക്ലിൻ ഞാൻ ഫ്രണ്ട് കേട്ടെ. നീ ഫ്രണ്ടിലോട്ട് ഓടി. ആടെ ഫ്രണ്ടിലോട്ട് തന്നെയല്ലേ പോകുന്നത്. വേ എടി ഇതെന്ത് സാധനം? എടാ ഒരു വലിയ മോൺസ്റ്റർ ഫിഷ് അല്ലേ ഇത്? ആ ഫ്രാങ്ക്ലിനെ എടാ നമ്മള് മീൻ പിടിക്കാൻ വന്നിട്ട് നമുക്ക് ഇത്രയും വലിയ മീനിനെ കിട്ടുക. വെയിറ്റ് എടാ ഇതിനെ കൊല്ലടാ. ഷിൻചാനെ കൊല്ലടോ. ഫ്രാങ്ക്ലിനെ കൊല്ല്. എടി ഇത് നമ്മൾ അറ്റാക്ക് ഒന്നും ചെയ്യുന്നില്ല, കൊല്ലുന്നത് സിമ്പിൾ ആയിരിക്കും. എടാ കൊന്നാലോ. വെയിറ്റ് എൻ്റെ കയ്യിൽ ഗൺസ് ഒക്കെ ഉണ്ട്, ഞാൻ കൊല്ലാൻ പോവാ. വെയിറ്റ് എടി ഇതിനെ കൊല്ലണ്ട. നമുക്കൊരു കാര്യം ചെയ്യും, ഇതിന് തിരിച്ച് ലാൻഡിലോട്ട് കൊണ്ടായാലോ. എനിക്ക് തോന്നുന്നു അവിടെയുള്ള ഓഫീസേഴ്സ് ഒക്കെ ഇല്ലേ, അവരൊക്കെ ഇതിനെ പിടിക്കാൻ നിൽക്കുക. ആ ഫ്രാങ്ക്ലിനെ അവരൊക്കെ ഇതിനെ പിടിക്കാൻ നിൽക്കാന്ന് തോന്നുന്നു. സോ നമുക്ക് ഇതിനെ അവിടെ സേഫ് ആയിട്ട് കൊണ്ടുപോവാ. ഇത് നമ്മുടെ പുറകെ വരുമോ നോക്കാം, എന്നിട്ട് നമുക്ക് ഇതിനെ സേഫ് ആയിട്ട് കൊണ്ടുപോവാ. വെയിറ്റ് പുറകെ വരുമോ നോക്കട്ടെ. ഇടിച്ചോക്കാം എന്തായാലും ചെയ്താൽ അത് എന്തായാലും പുറകെ വരുമല്ലോ. വെയിറ്റ് ഇടിച്ചോക്കാം. ഓറ്റും ബോട്ട് പറന്നടാ. വെയിറ്റ് ഇതൊരു ടെറർ ഫിഷ് ആണല്ലോ, മോൺസ്റ്റർ ഫിഷ് എന്ന് തന്നെ പറയാം അല്ലേ? ആടാ മോൺസ്റ്റർ ഫിഷ്. വെയിറ്റ് ഞാൻ ഇതിനെ ബോധം കെടുത്താം, എന്നിട്ട് നമുക്ക് കെട്ടിയെടുത്തിട്ട് വലിച്ചോണ്ട് പോകാം. സോ ഇതിന് ബോധം കെടുത്താൽ എൻ്റെ ഒരു ഈ പിസ്റ്റൽ ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഒരു ഇതുണ്ട്, ഒരു സാധനം ഉണ്ട്, വെച്ച് ഇതിൻ്റെ ബോധം കെടും. ഓക്കെ സോ ഉപ്പും വെയിറ്റ് ഓക്കെ അതിന്റെ ബോധം കെട്ടു. ഞാൻ ഇതിനെ എടുത്തോണ്ട് നമുക്ക് എന്തായാലും വേറൊരു സ്ഥലത്തോട്ട് പോകാം. ലെറ്റ്സ് ഗോ. A few moments later. എടാ ഫ്രാങ്ക്ലിനെ ഇതിന്റെ സൈസ് എന്താടാ? ഷിൻചാൻ ഇതിന്റെ സൈസ് കണ്ടോടാ, എന്ത് വലിയ നോക്ക്. എടി ഇതിനെ അവര് പിടിച്ചേനെ. നമ്മളിപ്പോ ഇതിനെ ബോധം കെടുത്ത് ഇവിടെ കൊണ്ടുവന്നോണ്ട് ഇനി അവരെ ഇതിനെ പിടിക്കൂല, അല്ലെങ്കിൽ ഇത് അവരെ പിടിച്ചതിനെ കൊന്നേനെ. ആ ഫ്രാങ്ക്ലിനെ നീ ഒരു അടിപൊളി കാര്യം ചെയ്തേ. ആടെ എന്തായാലും ഇത്രയും വലിയ ഫിഷ് നമ്മൾ കൊല്ലുന്നത് തെറ്റാ, അതുകൊണ്ട് നമ്മൾ ഇതിനെ കൊല്ലുന്നില്ല. ഇതിനിപ്പോ ബോധം കെടുത്തിട്ടേക്ക് ഇതിന് ബോധം വരുന്നതിന് മുമ്പ് ഞാൻ ഇതിന് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഇതിനെ മാറ്റിക്കോളാം. ആ ഫ്രാങ്ക്ലിൻ ഗുഡ് ഐഡിയ. നീ അങ്ങോട്ടേക്ക് സേഫ് ആയിട്ടുള്ള ഒരു കടലിലേക്ക് കൊണ്ടേ ഇറക്ക്. ആടാ ഞാൻ അത് കൊണ്ട് ഇറങ്ങിക്കോളാം. സോ എന്ത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിച്ചേക്ക്. ബൈ.